ഇന്ന് നമുക്ക് സോൾക്കടി ഉണ്ടാക്കാം. അതിനുവേണ്ടി 10 കഷ്ണം സോൾ എടുത്ത് ഒന്ന് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് ചൂടുവെള്ളം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം. അരമണിക്കൂറിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം. സോൾക്കടിക്ക് വേണ്ട സാധനം: അരമുറി തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 5 അല്ലി വരെ ആകാം, ഒരു എരിവുള്ള പച്ചമുളക്, കുറച്ച് മല്ലിയില, ബീട്രൂട്ട്, പഞ്ചസാര, ഉപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ജാറിലിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന ആ തേങ്ങ നമുക്ക് ഈ തുണിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ രണ്ടാമത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. നമ്മുടെ തേങ്ങാപ്പാൽ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആവട്ടെ. നമ്മുടെ സോള് 1 മണിക്കൂർ ഇരുന്ന് അത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. നല്ലൊരു കളറ് വന്നു കണ്ട. ഭയങ്കര പുളിയാ. ഇത് ഇത്രയൊന്നും വേണ്ട. നമുക്കൊരു 3 ടീസ്പൂൺ ഇതിൻ്റെ സിറപ്പ് ഒഴിച്ചാൽ മതി. എല്ലാം ഒന്നും വേണ്ട. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മീൻകറിക്ക് ഉപയോഗിക്കാം. ഈ പുളിയാണ് ഇവിടെ എല്ലാവരും മീൻകറിക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ തോട്ടുപുളി തന്നെ, അതെ, അല്ലെങ്കിൽ കുടംപുളി എന്ന് പറയുമല്ലോ, അത് തന്നെ. അപ്പോൾ ഇത്രയും വേണ്ട നമുക്ക്. ഇതിനകത്തുനിന്നൊരു 3 ടീസ്പൂൺ മതി നമ്മുടെ ഇന്നത്തെ സോൾക്കടിക്ക്. അപ്പോൾ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. മീൻകറി വെക്കുമ്പോൾ ആ മീൻകറിക്കകത്ത് ഉപയോഗിക്കാം ഈ പുളിയും ഇതിൻ്റെ ഈ വെള്ളവും. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. ഇതിൻ്റെ മിക്സിങ് കറക്റ്റായിരിക്കും. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. മിക്സ് ചെയ്ത് സോൾക്കടി മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. കണ്ട. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് വീണ്ടും അരിച്ചെടുക്കാം. സോൾക്കടി നമുക്ക് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ കുടിക്കുമ്പോൾ ഇതൊന്നും തടയരുത്. അതിനാണ് അരിച്ചു മാറ്റിയെടുത്തത്. അപ്പോൾ ഇത് നമുക്കങ്ങ് കളയാം. അരിച്ചു മാറ്റിയെടുത്ത സോൾക്കടി. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം. ഇപ്പം മല്ലിയില വേണമെങ്കിൽ ഇനി ചേർക്കാം. മല്ലിയില വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം മല്ലിയില ആവശ്യമുള്ളവരിട്ടാൽ മതി. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരിട്ടാൽ മതി. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. അപ്പോൾ ഇതൊരു എനർജി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനിയിപ്പം അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സോൾക്കടി തയ്യാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സോള് കിട്ടാത്തവർക്ക് ഓൺലൈൻ ബുക്ക് ചെയ്താൽ കിട്ടും. എല്ലാവരും ഞാൻ ചെയ്ത മാതിരി ഒന്ന് ചെയ്ത് നോക്ക്.
കുക്കം ജ്യൂസ് എന്നും പറയും.